ഹലോ ഡിയേഴ്സ്, അഖില മിസ് ആണ്. നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന പോലെ നമ്മുടെ പുതിയ സിലബസ് പ്രകാരമുള്ള ക്ലാസ് 8 CBSE ടെക്സ്റ്റ് ബുക്സ് ഇതാ നമ്മുടെ സൈറ്റിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. മക്കൾ എല്ലാവരും ഓരോ സബ്ജക്റ്റിലുള്ള മാറ്റങ്ങളൊക്കെ എടുത്ത് നോക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലേ? ഇപ്പം നമ്മുടെ സയൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് വലിയ വ്യത്യാസങ്ങളാണ് നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിൽ തന്നെ നമ്മുടെ കെമിസ്ട്രിയുടെ കാര്യം മിസ് പറഞ്ഞു തരുവാണെങ്കിൽ നമുക്ക് ആകെ 3 ചാപ്റ്റേഴ്സേ പഠിക്കാനുള്ളൂ. പക്ഷേ ഈ പഠിക്കാനുള്ള 3 ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന, അതായത് 8 CBSEയുടെ നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് എന്നത് മാത്രമല്ല, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് ഈ ഒരു വർഷം ഈ ഒരു പുതിയ സിലബസിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. കൃത്യമായിട്ട് നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് പെർട്ടിക്കുലേറ്റ് നാച്ചർ ഓഫ് മാറ്റർ. അതുപോലെ അടുത്തൊരെണ്ണം നാച്ചർ ഓഫ് മാറ്റർ, എലമെന്റ്സ്, കോമ്പൗണ്ട്സ് ആൻഡ് മിക്സ്ചേഴ്സ് ആണ്. അതുപോലെ മറ്റൊരു ചാപ്റ്റർ ആണ് ദ അമേസിംഗ് വേൾഡ് ഓഫ് സൊല്യൂട്ട്സ്, സോൾവെന്റ്സ് ആൻഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, ഓൾറെഡി ഉണ്ടായിരുന്ന ചാപ്റ്ററുമായിട്ട് ഒരു ബന്ധവും ഇതിന് നമ്മൾ കാണുന്നില്ല. പക്ഷേ ഈ ചാപ്റ്റേഴ്സിന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ കെമിസ്ട്രിയിലെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ആക്ച്വലി നമ്മൾ പഠിക്കുന്നത്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ 9 CBSEയിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന, അതായത് നിങ്ങളുടെ സീനിയേഴ്സ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ദാ ഈ ഒരു ചാപ്റ്റേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതും ഒരു പക്ക കണ്ടിന്യൂഷൻ മോഡലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെ തന്നെ ആദ്യത്തെ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നത് മാറ്ററിന്റെ പാർട്ടിക്കിൾ നാച്ചറിനെ പറ്റിയാണ്. അവിടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആയിട്ടുള്ള സോളിഡ്, ലിക്വിഡ്, ഗ്യാഷ്യസ് സ്റ്റേറ്റുകൾ അല്ലേ, ഇതൊക്കെ കുഞ്ഞുനാൾ മുതൽ നമ്മൾ കേട്ട് പരിചയമുള്ള വേർഡ്സ് ആയിരിക്കും. പക്ഷേ അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിൽ ഓരോന്നിലും വരുന്ന ഡിഫറൻസ് എന്തൊക്കെയാണ്, അതിനപ്പുറത്തേക്ക് ഡിഫ്യൂഷൻ പോലെയുള്ള പുതിയ കുറെ കോൺസെപ്റ്റുകളും ഈ ചാപ്റ്ററിൽ ഇൻക്ലൂഡഡ് ആണ്. അവിടെ നിന്നൊരു കണ്ടിന്യൂഷൻ പോലെയാണ് അടുത്ത ചാപ്റ്റർ വരുന്നത്. അവിടെ പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും എന്ന് പറയുന്ന വലിയൊരു വേർഡ് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു വെക്കുക ചെയ്യുന്നത്. അവിടെ നിങ്ങൾ എലമെന്റ്സും കോമ്പൗണ്ട്സും പരിചയപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മുടെ സൊല്യൂഷൻസിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. ഈ 3 ചാപ്റ്റേഴ്സും മക്കളെ കണ്ടിന്യൂഷൻ ആണ് എന്നതിനപ്പുറത്തേക്ക് മിസ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ 9th-ലും 10th-ലും ഒക്കെ നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന, നമുക്കറിയാം അവിടെയൊക്കെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അവിടത്തേക്കുള്ള ഒരു ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ വേണം ഈ മാറിയ ടെക്സ്റ്റ് ബുക്കിനെ നമ്മൾ പഠിച്ചെടുക്കാനായിട്ട്. ഇത് നമ്മൾ മിസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, അതായത് ഇതിലുള്ള ഏതെങ്കിലും കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബേസ് ആയിരിക്കും നഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾക്ക് ആകെപ്പാട് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ടെക്സ്റ്റ് ബുക്സിലെ മാറ്റങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേ ഈ ടെക്സ്റ്റ് ബുക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗൈഡ് പോലും ഇതുവരെ ഇറങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ അത് ഇറങ്ങാൻ ഇനിയും ഒരുപാട് സമയം എടുക്കുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു വർഷം നമ്മൾ പഠിക്കുന്നുണ്ടാവുക, ഏത് മെറ്റീരിയൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ പഠിച്ചാലായിരിക്കും നമുക്ക് ഫുൾ മാർക്ക് നേടിയെടുക്കാൻ പറ്റുക, അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുക എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉള്ളത്. നമ്മുടെ സൈലത്തിന്റെ ക്ലാസ് 8 CBSE മക്കൾക്കായിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആണ് നമ്മുടെ യോധ ബാച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ യോധ ബാച്ചിന്റെ കാര്യം പറയുവാണെങ്കിൽ അവിടെ ഇപ്പോൾ ഓൾറെഡി ഇതാ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രിഡ്ജ് പ്രോഗ്രാമും അതോടൊപ്പം തന്നെ ചില സ്കൂളുകളിലൊക്കെ പഴയ സിലബസ് ആണ് ഇന്നും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള ക്ലാസ്സുകളും ആ ബാച്ചിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതോടൊപ്പം നമ്മളിതാ നമ്മുടെ യോധ ബാച്ചിൽ ഒരു പുതിയ ബാച്ച് കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് നമ്മുടെ പുതിയ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മുടെ പുതിയ ബാച്ചിൽ ഇനി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഓൾറെഡി നമ്മുടെ യോധ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള മക്കളാണെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ പുതിയ ബാച്ചിൽ ഫ്രീ ആക്സസ് ആയിരിക്കും. അപ്പോൾ പുതിയ സിലബസ് അനുസരിച്ചാണ് നിങ്ങളുടെ സ്കൂളുകളിലെ ക്ലാസ്സുകൾ നടക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ യോധ ബാച്ചിന്റെ പുതിയ ബാച്ചിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അതോടൊപ്പം തന്നെ നമ്മുടെ പഴയ സിലബസ് വേണ്ട ആളുകൾക്ക് ഓൾറെഡി ഉള്ള നമ്മുടെ യോധ ബാച്ചിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ഒരു പേടിയും കൂടാതെ അടിപൊളിയായിട്ടിരിക്കുക. ഈ ക്ലാസ് 8 CBSE എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ക്രാക്ക് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.